ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ നല്ല ഒരു അത്യാവശ്യമായൊരു കാര്യം നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞാനിതൊക്കെ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഞാൻ ഒരു മതത്തെയോ ഒരു ജാതിയോ ഒന്നും കുറ്റപ്പെടുത്തി സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു പഴഞ്ചൊല്ല് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടു. സത്യവും വ്യാജവും കൂടെ ഒരുമിച്ച് ഒരു ഇടത്തുനിന്ന് യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. രണ്ടുപേരും ഒരുങ്ങി യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പം സത്യം പോകാൻ ഒരുങ്ങി കാലിൽ ചെരുപ്പ് ഇടുകയാണ്. ഇട്ടിട്ട് വേണമല്ലോ യാത്ര തുടങ്ങാൻ. അവൻ ഒരുങ്ങി ചെരുപ്പ് കാലിൽ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും വ്യാജം ലോകത്തിലൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വന്നു കഴിഞ്ഞു. സത്യം പോകാൻ തുടങ്ങത്തേ ഉള്ളൂ. അപ്പോഴത്തേനും വ്യാജം ലോകം മുഴുവൻ പോയിട്ട് വന്നു കഴിഞ്ഞു. ഈ വ്യാജം എത്ര വേഗം പടർന്നു പിടിക്കുന്നറിയാമോ ലോകത്തിൽ? സത്യം വളരെ വളരെ താമസിച്ച് അത് മനുഷ്യൻ്റെ ഉള്ളിൽ ചെല്ലുള്ളൂ. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ അടുത്ത കാലത്ത് ശക്തമായൊരു വ്യാജം പ്രചരിച്ചിരിക്കുകയാണ്. വ്യാജം പ്രചരിപ്പിക്കുന്ന ആളാരാന്നറിയാമല്ലോ? സാത്താനാണ്. സാത്താൻ നുണയനും നുണയൻ്റെ അപ്പനുമാണെന്ന് യേശു പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയാനൊരു കാരണമുണ്ട്. യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്, വണങ്ങരുത് എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടെ ഒരു സാധാരണ വ്യാജപ്രചരണം നടക്കുന്ന ഇതാണ്. അന്ന് ദൈവത്തെ ആരും കണ്ടില്ല, ദൈവം കൽപ്പന കൊടുക്കുമ്പോഴേ. ഇപ്പോൾ ദൈവത്തെ കണ്ടതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ പ്രതിമ ഉണ്ടാക്കാം, വണങ്ങാം, പേടിക്കണ്ട എന്ന് ഒരു പ്രചരണമുണ്ട്. അപ്പോൾ ഈ വിഷയം പറയാനൊരു കാരണമുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഇതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹോറബിൽ വെച്ച് അഗ്നിജ്വാലയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം നമ്മോട് അരുളി ചെയ്തപ്പോൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് ആണിൻ്റെ എങ്കിലും പെണ്ണിൻ്റെ എങ്കിലും സാദൃശ്യമുള്ളതോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെ സാദൃശ്യത്തിലുള്ളതോ ഭൂമിയിൽ എഴുതുന്ന ഏതെങ്കിലും ഇഴജാതിയുടെ സാദൃശ്യത്തിലുള്ളതോ ആകാശത്ത് പറക്കുന്ന ഏതെങ്കിലും പർവ്വജാതിയുടെ സാദൃശ്യത്തിലുള്ളതോ ഭൂമിക്കടിയിൽ വെള്ളത്തിലുള്ള ഏതെങ്കിലും മത്സ്യത്തിന്റെ സാദൃശ്യത്തിലുള്ള പ്രതിമയായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വഷളത്വം ചെയ്യരുത്. തെറ്റാണ്. ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ്. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചാൽ മരണമാണ് ശിക്ഷ, അതല്ല നരകം. ഉറപ്പാണ്. നമുക്കറിയാമല്ലോ, രാജകൽപ്പന ലംഘിച്ചാൽ മരണം ഉറപ്പാണ്. പിന്നെ ദൈവകൽപ്പനയുടെ കാര്യം പറയാനില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, ആകാശ സൈന്യങ്ങളാകുന്ന സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണുമ്പോൾ അതിനെ നമസ്കരിക്കാൻ നിങ്ങൾ വശീകരിക്കപ്പെടരുത്, എന്നെ വണങ്ങരുത്. അത് ആകാശത്തിന് കീഴിലുള്ള സകല മനുഷ്യർക്കും സകല ജാതികൾക്കും ദൈവം പങ്കിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അനുഭവിക്കാം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ. അതിന് വണങ്ങരുത്. അപ്പൊ ഇതാണ് ഇന്ന് വ്യാജം പറയാനുണ്ടായ കാരണം. അന്ന് ദൈവത്തെ കണ്ടില്ല, ഇന്ന് ദൈവത്തെ കണ്ടു. ഈ മൃഗങ്ങളും ഇഴജന്തുക്കളും പർവ്വജാതിയും മത്സ്യങ്ങളും ഒന്നും ഭൂമിയിൽ ഇല്ലാതിരുന്ന സമയത്താണോ ദൈവം ഇവയൊക്കെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്? ആണും പെണ്ണും ഇഷ്ടം പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും അന്നില്ലായിരുന്നോ? ഇവരുടെ ഒന്നും രൂപത്തിൽ സാദൃശ്യത്തിലുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, വണങ്ങരുത്. ഇതാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കരുതെന്നോ വണങ്ങുന്നതാണ് പറഞ്ഞത്. ദൈവത്തെ ആർക്കും ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല, ഒരിക്കലും യാതൊരു മനുഷ്യനും കണ്ടിട്ടുമില്ല. പിന്നെ വേറൊരു വ്യാജം വേണം പറയാം. യേശുക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്. യേശുക്രിസ്തു പാപികളായ മനുഷ്യൻ
പാപികളായതുകൊണ്ട് പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി കളഞ്ഞ് അവർ പ്രാകൃത മനുഷ്യരായിത്തീർന്നത് കൊണ്ട് ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചുവെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് പ്രാകൃതനായി തീർന്ന മനുഷ്യന്റെ വേഷത്തിലാണ് യേശു വന്നത്. അതിന് ദൈവത്തിന് രൂപ എന്ന് പറയാൻ പറ്റുമോ? ബൈബിൾ എഴുതിയിരിക്കുന്നതാണ്. ബൈബിൾ എഴുതിയിരിക്കുന്ന കൃത്യം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ വാക്യങ്ങളും അധ്യായങ്ങളും എല്ലാം ഇങ്ങനെ കൃത്യം പറയുന്നത്. കാരണം ബൈബിളിന് പുറത്തുള്ളൊരു വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ കേൾക്കുന്ന ആർക്ക് വേണമെങ്കിലും മുറിവൊക്കെ ഉണ്ടാകാതിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു മുറിവ് ഉണ്ടാകരുത് എന്ന് എഴുതിയാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. പിന്നെ വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങൾ കൊണ്ട് നമ്മുടെ ബൈബിൾ 66 പുസ്തകം തീരുകയാണ്. ഈ ബിംബത്തെ ആരാധിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന് 8-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭീരുക്കൾ, അവിശ്വാസികൾ, അടയ്ക്കപ്പെട്ടവർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, വിഗ്രഹാരാധികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കുള്ള ഓയിൽ തീയും ഗന്ധവും കത്തുന്ന പൊയ്ക, നിത്യനരകം. ബിംബാരാധികളും ബിംബാരാധന കുഴപ്പമില്ലാതെ പറയുന്നവരൊക്കെ ചെന്ന് വിടുന്ന സ്ഥലമാണ് നിത്യനരകം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതയും പ്രവർത്തിച്ച് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് എന്ന് പറഞ്ഞാൽ യോഗ്യമല്ലാത്ത സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തെറ്റാണ്. മന്ത്രവാദവും തെറ്റാണ്. പിന്നെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകമാണ്. ഇതെല്ലാം എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം ലാസ്റ്റ് അധ്യായം തീരുകയാണ്. അവിടെ 22-15 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകികളും ബിംബാരാധികളും, അവിടെ അത് തന്നെയാണ് പറയുന്നത്, ബിംബാരാധികളും പോഷ്ക് പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുന്നവരും അവരും പുറത്ത് തന്നെ, നരകത്തിൽ തന്നെ. അവരും നരകത്തിൽ തന്നെ. അതുകൊണ്ട് ബൈബിള് അങ്ങ് തീരുകയാണ്. ബൈബിള് പിന്നെ ധാരാളം ബിംബാരാധന തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഈ ബൈബിള് 66 പുസ്തകത്തിലായിട്ട് ആയിരക്കണക്കിന് സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത്. ആരാധിക്കരുത്, വണങ്ങരുത്, ഉണ്ടാക്കരുത്, തെറ്റാണ്, ശിക്ഷിക്കും, നരകത്തിൽ പോകുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താവശ്യമാണെന്നാണ് ഓർക്കുന്നത്. ഇത് മനുഷ്യൻ ഇത് ചെയ്തില്ലല്ലോ, കുഴപ്പമില്ല, ഒരു പ്രയോജനവും നമുക്കില്ല. അതുകൊണ്ട് അത് കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, അറിയുന്നുമില്ല. മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനം എവിടെയും കൊണ്ട് വെക്കുന്നു, ആണി കൊണ്ട് അടിച്ചവിടെ ഉറപ്പിച്ചു. അതെല്ലാം ബൈബിളിലുള്ളതാണ് കേട്ടോ. കാരണം ഇത് പറയാൻ പേടിയാണ്. കാരണം വെച്ചാൽ ഇന്ന് മനുഷ്യൻ ഏത് സത്യം പറഞ്ഞാലും, ഞാനിന്ന് ക്രിസ്തീയ വിശ്വാസികളെന്ന് പറയുന്ന ആളുകളോട് ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്, അല്ലാത്തവരെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതല്ല. അതുകൊണ്ട് കാരണം ഞാനും ആ ഒരു വിഭാഗത്തിൽ ജീവിക്കുന്നവനായതുകൊണ്ടാണ് ധൈര്യപൂർവ്വം ഇത് പറയുന്നത്, ബൈബിൾ പറയുന്നത്. കാരണം ബൈബിൾ പറയുമ്പോൾ അറിയാമല്ലോ എന്താണെങ്കിലും ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം എന്തിനാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണവും, ക്രിസ്ത്യൻ ജീവിതത്തിൽ വചനവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നവരോട് അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. എത്രമാത്രം ഒറ്റപ്പെട്ട് നടന്നാലും അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും വചനവും ലംഘിച്ചുകൊണ്ട്, പിന്നെ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ദൈവത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ സാത്താനെ പ്രസാദിപ്പിക്കുന്നു എന്നല്ലേ. സാത്താനുള്ളതെല്ലാം, സാത്താനെ സേവിക്കുന്നവർക്ക് സാത്താനുള്ളതെല്ലാം അവകാശമായി അനുഭവിക്കാൻ പറ്റും. പിന്നെ വീണ്ടും നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കുക. ആദ്യം നമുക്ക് ദൈവം കൽപ്പന തന്ന 10 കൽപ്പനയാണ്. ആ 10 കൽപ്പന
ഈ അത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് മുതലാണ് 10 കൽപ്പന ആദ്യം വിശദമായിട്ട് എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. വീണ്ടും ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അടിമ വീടാന്ന് അഥവാ ഇരുമ്പൊലയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതികഠിനമായ തീജ്വാലയ്ക്കകത്തുനിന്ന് നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവമായ കർത്താവ് ഞാനാകുന്നു, വേറൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ആകാശത്തിലെ ഭൂമി 2-ാം കൽപ്പന കേട്ടോ. ഒന്ന് ദൈവമല്ലാതെ വേറൊരു ദൈവം ഇല്ല. ഇത് കാരണം വെച്ചാൽ മനുഷ്യൻ ഏകസത്യ ദൈവത്തെ വിട്ട് വേറെ ദൈവങ്ങളെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഉണ്ട് എന്ന് കണ്ടിട്ടാണ് അന്നേ തന്നെ വേറെ ദൈവം ഉണ്ടാകരുതെന്ന് പറയാൻ കാരണം. 2-ാം കൽപ്പന ആകാശത്തിലോ ഭൂമിയിലോ സമുദ്രത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും രൂപമോ വിഗ്രഹങ്ങളോ ഉണ്ടാക്കി അതിൻ്റെ പടമോ പ്രതിമയോ ഒന്നും പറ്റില്ല ഉണ്ടാക്കി അതിന് വണങ്ങരുത്, നമസ്കരിക്കരുത്. അങ്ങനെ ചെയ്താൽ പിതാക്കന്മാർ ചെയ്യുന്ന തെറ്റിന് എന്ന് പറഞ്ഞാൽ നമ്മളാണ് ചെയ്തതെങ്കിൽ നമ്മളെ 4 തലമുറ വരെ ഉള്ള ആളുകളെ ദൈവം ശിക്ഷിക്കുമെന്ന്. എന്തിൻ്റെ പേരിലാണെന്നറിയാമോ? പ്രതിമ ഉണ്ടാക്കി അതിനെ വണങ്ങിയാൽ, അതിനെ ചുവന്നോട്ട് നടന്നാലും കെട്ടി തൂക്കിയിട്ടാലും അതിന് നമ്മൾ കൊട്ടും കോഷവും കുറവയും നടത്തി അത് തെറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഭയപ്പെടാതെ ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ജനത്തിൻ്റെ അംഗീകാരം, ബഹുജനം നമ്മൾ പിതാക്കന്മാരൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ആരെന്ത് ചെയ്താലും ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് വേണ്ട എന്ന്. എൻ്റെ പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ എണ്ണത്തെക്കാളധികം പ്രതിമ ഉണ്ടാക്കി പണങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ടും മനുഷ്യൻ്റെ കൊതി തീരുന്നില്ല. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. പിന്നെ 3-ാമത്തെ കൽപ്പന ഇതാണ്: കർത്താവിൻ്റെ നാമം വൃഥാ എടുക്കരുത്, ഉപയോഗിക്കരുത്. 4 കർത്താവിൻ്റെ ശബ്ദ ദിവസം വിശുദ്ധമായി ആചരിക്കണം. 5-ാം കൽപ്പന എന്ന് പറയുന്നത് യഹോവയായ ദൈവം, അത് ഇസ്രായേൽ ജനത്തോട് പറയുന്നതാണ്. അതും പുതിയ നിയമത്തിലുള്ള ഒരു ലേഖനത്തിലും എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കൽപ്പനയാണ്. നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിലും യഹോവ നിങ്ങൾക്ക് തരുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്ത് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ, നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് നന്മ ഉണ്ടാകാൻ, ഐശ്വര്യം ഉണ്ടാകാൻ ദൈവം കൽപ്പിച്ചെന്നിരിക്കുന്ന കൽപ്പനയാകുന്ന എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ജനിച്ച നാൾ മുതൽ ഒരു കാലഘട്ടം വരെ, നിശ്ചിത കാലഘട്ടം വരെ അവരുടെ ആയുസ് മുഴുവനും മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സ്നേഹിച്ച് താലോലിച്ച് കൊണ്ടു നടന്ന് വെച്ചിട്ട് അവർക്ക് എണീക്കാൻ മേലാതെ വരുന്ന ഒരു കാലഘട്ടം, അവർ ആദായമില്ലാതെ വരുന്ന കാലഘട്ടത്ത് മാതാപിതാക്കളെ ഞങ്ങൾക്ക് വേണ്ട, അത് വേണ്ട. പ്രിയമുള്ളവരെ, എത്ര കഠിനമാണെന്നറിയാവോ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? സദൃശവാക്യത്തിലേക്ക് എഴുതിയിരിക്കുന്നതാണ്: മാതാപിതാക്കന്മാരെ ദുഷിക്കുന്നവൻ മരിക്കണം, ഒരു വിട്ടുവീഴ്ചയില്ല. നരകമാണ് അവർക്ക് വെച്ചിരിക്കുന്നത്. അവരെ ഉപദ്രവിക്കുകയോ ശമിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുടെ കണ്ണ് തോട്ടെടുത്ത് കാത്ത് കഴിയൻ കുഞ്ഞുങ്ങൾ അവരുടെ കണ്ണ് കൊത്തിപ്പറിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അവരിങ്ങനെ ചത്ത് കിടക്കുക മരത്തിൽ. അത് പഴയ നിയമത്തിലാകട്ടോ. അവരുടെ കണ്ണ് കഴിയൻ കുഞ്ഞുങ്ങൾ കൊത്തിപ്പറിക്കും, ഒരു വിട്ടുവീഴ്ച. ഈ ലോകത്തിൽ മനുഷ്യൻ ചെയ്യുന്ന കഠിനമായ മറ്റേത് പാവവും പോലെ കഠിനമായൊരു പാവമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നത്, അവരെ അനുസരിക്കാതിരിക്കുന്നത്, അവരെ സ്നേഹിക്കാതിരിക്കുന്നത്. അവർക്ക് ആവശ്യമായതെല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ മക്കൾ, ഇത്രയും വരെ ആയ മക്കൾ ഇവിടം വരെ ആകാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ എന്തെങ്കിലും കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി, അതൊക്കെ ഓർക്കുക. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്തതിൻ്റെ എന്തേലും സ്നേഹിച്ചാലും ബഹുമാനിച്ചാലും അവർക്കാൾ തന്ന സ്നേഹത്തിൻ്റെ ഒരു 10-1, 100-1 കൊടുക്കാൻ പറ്റുകയില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. അത് പക്ഷേ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് ഇന്നൊരു സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ആർക്കും വേണ്ട. പ്രിയമുള്ളവരെ, അവരുടെ ഹൃദയത്തിൻ്റെ വേദന എത്ര വലുതായിരിക്കും. വീണ്ടും ആ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യൻ്റെ
യാതൊരു വസ്തുക്കളും ആഗ്രഹിക്കരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അവൻ്റെ കാളയോ കഴുതയോ ഒന്നിനെയും മോഹിക്കരുത്. അന്യനുള്ളതൊന്നും നമ്മൾ മോഹിക്കാൻ പോകരുത്. എന്ത് കഷ്ടപ്പെട്ടാലും അവനവനുള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം, ഉള്ളത് മതി. ഇതെല്ലാം ദൈവകൽപ്പനയാണ്. വിശദമായിട്ട് പറയാൻ സമയക്കുറവുകൊണ്ടാണ് ഇങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനം എന്ത് പറയുന്നോ അതനുസരിക്കാൻ എളുപ്പമുള്ളതാണ്. നമുക്കറിയാമല്ലോ, മാതാപിതാക്കന്മാർ തങ്ങളെ സ്നേഹിക്കുന്ന മക്കളോട് എന്ത് കാര്യം പറഞ്ഞാലും അവർക്കനുസരിക്കാൻ പറ്റാത്ത ഒരു കാര്യവും മാതാപിതാക്കൾ മക്കളോട് പറയല. അവർക്ക് ചെയ്യാൻ പറ്റുന്നതേ പറയുള്ളൂ. അവരുടെ പ്രായത്തിനും കഴിവിനനുസരിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറയുള്ളൂ. അങ്ങനെയെങ്കിൽ എന്നേക്കും ദൈവത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി നമ്മെ ദൈവത്തിന് ചായ സാധ്യത സൃഷ്ടിച്ച സ്നേഹനിധിയായ ദൈവം നമ്മോട് പറയുന്ന കാര്യം പ്രവർത്തിക്കാൻ നമുക്ക് തീരെ എളുപ്പമാണ്. സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഈ വചനം നമ്മെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.